ഇടുക്കി കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെൺമണി ഭാഗത്ത് വെച്ച് കഴിഞ്ഞ 12-ാം തീയതി പശുവിനെ പുല്ലുവെട്ടാൻ പോയ 60 വയസ്സുകാരി സിമിലിയുടെ കഴുത്തിൽ കിടന്ന 4.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല വ്യാജ നമ്പർ പതിച്ച സ്കൂട്ടറിൽ ഹെൽമറ്റും ജാക്കറ്റും ധരിച്ചെത്തിയ പ്രതികൾ ആക്രമിച്ച് പൊട്ടിച്ചു കൊണ്ടുപോയിരുന്നു. കഞ്ഞിക്കുഴി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. അന്വേഷണത്തിനായി ഇടുക്കി ഡിവൈഎസ്പി രാജൻ കെ അരമന പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിരുന്നു. 400ഓളം CCTVകളും സ്കൂട്ടറുകളും പരിശോധിച്ച് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് കമ്പംമെട്ട് സ്വദേശി വീരാളശ്ശേരിയിൽ അമൽ സജി, ചേർത്തല അന്ധകാരനാഴി സ്വദേശി കാട്ടുതയ്യിൽ ലിഖിൻ ഇഗ്നേഷ്യസ് എന്നിവരെ ഇടുക്കി ഡിവൈഎസ്പി രാജൻ കെ അരമനയുടെ നിർദ്ദേശാനുസരണം കഞ്ഞിക്കുഴി SI താജുദ്ദീൻ അഹമ്മദ്, സജീവ് മാത്യു സീനിയർ CPO, ഷെരീഫ് PA, അനീഷ് KR, സുമേഷ് CPOമാരായ മനു ബേബി, ജയൻ, മനോജ് KB എന്നിവർ ചേർന്ന് കമ്പംമെട്ടിൽ നിന്നും ചേർത്തലയിൽ നിന്നും പ്രതികളെ അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വെൺമണി ടൗണിന് സമീപത്ത് വെച്ച് പുല്ലുകെട്ടുമായി വീട്ടിലേക്ക് തിരികെ പോകുന്ന വഴി സിമിലിയുടെ സമീപം പ്രതികൾ സ്കൂട്ടർ നിർത്തി പിന്നിലിരുന്നയാൾ ബൈക്കിൽ നിന്ന് ഇറങ്ങി വന്ന് വണ്ണപ്പുറത്തേക്കുള്ള വഴി ചോദിച്ചു. വഴി പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ച് സ്കൂട്ടറിൽ കയറി സ്ഥലം വിടുകയായിരുന്നു.